ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ അനീനെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാനുള്ള വർത്തമാനത്തിലാണല്ലോ നിർത്തിയത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ, വേഗം കൊണ്ടുപോകാൻ നോക്ക്, ഇനിയിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അനിയുടെ അഭിപ്രായമൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. എന്തായാലും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ അനി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചി അങ്ങോട്ട് പോയി. അപ്പോൾ അനി പറയുന്നുണ്ട്, ഓ എന്തൊരു നല്ല മനുഷ്യൻ, അങ്ങനെ പറയുന്നതായിരിക്കും ഇപ്പോൾ അയാൾ വിചാരിക്കേണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷോ ഒക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദിട്ട് അങ്ങനെ തലയിട്ടാട്ടി നിൽക്കുന്നുണ്ട്. നിൻ്റെ മുന്നിലേ നല്ല പിള്ള ക്ഷമയാ നോക്കുക, അല്ല അങ്ങോട്ട് ചായവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് ചായവൊന്നുമില്ല, പക്ഷെ നിന്നെ കൊഞ്ഞടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നീ എന്ത് ചെയ്താലും ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ചിരിച്ച് നിൽക്കാൻ കേട്ടോ നമ്മുടെ അനി. അപ്പം നന്ദുട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എടാ നിനക്ക് നിൻ്റെ വീട്ടുകാരെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനി പറയാണ്, ആ വീട്ടുകാരെ അതൊക്കെ അനുഭവിക്കണം നന്ദു, എന്നെ നിന്നെയും തമ്മിൽ ഒന്നിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതവർ ചെയ്യണില്ലല്ലോ എന്ന് പറയട്ടോ. എൻ്റെ അനഘമേനിയും കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് നിന്നോടുള്ള ഇഷ്ടം ഞാൻ ഏട്ടനോട് പറഞ്ഞത്. അത് എൻ്റെ ഭാഗത്ത് തെറ്റാ, പക്ഷേ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ലല്ലോ. അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി നാളെ ഞങ്ങൾ നിയമപരമായിട്ട് വേർപിരിയും, അപ്പോൾ നമ്മളേനെ നമ്മുടെ വഴിക്ക് വിട്ടൂടെ അവർക്ക്. അതിട്ട് അവരാരും ചെയ്യണമില്ലല്ലോ എന്ന് പറയണ്ട കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചി സാറാണെങ്കിൽ അവിടെ ഹാപ്പിയിലാണല്ലോ. എന്നിട്ട് ആ എന്തോ പേപ്പർ റൈറ്റ് എന്തോട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ സക്രിയ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ മുഖത്ത് ഇത്രയും സന്തോഷം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണ്ടോ, താൻ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ, അവൻ ഞാട്ട് നേട്ടോട്ട് ഓടിക്കടോ. അപ്പോൾ സക്രിയ പറയണ്ട കേട്ടോ, നെട്ടോട് ഓടിക്കേണ്ടതൊക്കെ കൊള്ളാം, പക്ഷേ സാറൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് അവനൊരു അവസരമാണ്, നന്ദുമ്മയായിട്ട് കാണാനും സംസാരിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സജി ചോദിക്കട്ടെ, അതെന്തിട്ട് താൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കട്ടെ. സാറ് അവനെ വിളിച്ച് ലോക്കപ്പിലിട്ടു, അവൻ വലിയൊരു വീട്ടിലങ്ക, എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു വിഷമം എന്തെങ്കിലും ഉണ്ടായിരുന്നു അവൻ ഹാപ്പി സാറേ. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം കാണുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു വിഷമവും കാണില്ല എന്ന് പറയുന്നുണ്ട്. അവൻ എന്തിനാ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇവിടെ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കണേ, നന്ദുമേടത്തെ കാണാനല്ലേ. ഇതിന് മുന്നേ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവൻ മുമ്പിൽ വന്ന് പെട്ടപ്പോൾ അവനായിട്ടുള്ള ബന്ധം വെച്ചിട്ട് അവൻ ഒഴിവാക്കാൻ നന്ദുമേട ശ്രമിച്ചതാണ്. പക്ഷേ അവൻ മദ്യപിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിരുന്നു. അന്ന് അവിടെ സ്റ്റേഷനിൽ കൊടുന്നപ്പോൾ അവൻ ഹാപ്പി ആയിരുന്നു. അത് നന്ദുമേടത്തിന് കാണാനും സംസാരിക്കാനും പറ്റണതിൻ്റെ ഹാപ്പിയാണ്. ഇന്നും അവൻ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇവിടെ ലോക്കപ്പിൽ കിടക്കണതും ഒന്നിച്ച് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോണതും ഒക്കെ അവന് ഹാപ്പിയാണ് സാറേ. ലോട്ടറിയാണ് അവന്. ഇതൊക്കെ നന്ദുമേടായിട്ട് കാണാനും സംസാരിക്കാനുള്ള അവസരമായിട്ട് അവൻ കാണുന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വലിയ സന്തോഷത്തോടെ അവൻ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പോയോടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേ പോകാൻ ഇറങ്ങി. ഇത് കേട്ടപ്പോൾ കുശുമ്പേള കേട്ട് നമ്മുടെ സി എ അവിടെ നിന്ന് ഓടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലേ എന്നും ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ സെക്രട്ടറി പറയുന്നുണ്ട്, മണ്ട ശിരോമണി നാണല്ലേ, അത് ഉടനെ കണ്ടില്ലേ, വലിയ സി എ അത്ര സി എ എന്ന് പറഞ്ഞിട്ട് പൂജിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, എടാ നിന്നെ ഈ അവസ്ഥ ഇങ്ങനെ കൊണ്ടുപോകണത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഹാപ്പിയാണ്. നീ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ടല്ലേ എനിക്ക് നിന്നെ ഇങ്ങനെ ഇത്രയും നേരം കൂടുതൽ നേരം കാണാനും സംസാരിക്കാനൊക്കെ പറ്റണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, നീ അതിന് മുന്നേ ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാ. അനി പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം അതിന് മനഃപൂർവ്വം ഒരുക്കിയതല്ലോ, ഇത് ദയവായിട്ട് ഒരുക്കി തന്ന അവസരമല്ലേ എന്ന് പറയുന്നുണ്ട്. എടാ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയാലേ ചിലപ്പോൾ അദ്ദേഹം നിന്നെ റിമാൻഡ് ചെയ്തെന്ന് വരും, അപ്പോൾ പിന്നെ നീ ജയിൽ പുള്ളികൾക്കൊപ്പം. അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് വേണ്ടി ജയിലിൽ കിടക്കാനും ഞാൻ തയ്യാറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിട്ട് പറയുന്നത്, അതിന് എനിക്ക് വേണ്ടിയിട്ടല്ലോ, നിൻ്റെ ഭാര്യ തല്ലിൻ്റെ പേരിലല്ലേ നീ ജയിലിൽ കിടക്കാൻ പോണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. ഇനി പറയുന്നുണ്ട്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ അവൾ എൻ്റെ ഭാര്യ എന്ന് മാത്രം പറയരുത്, അവളൊരു പെണ്ണെന്നല്ല, പെണ്ണിൻ്റെ രൂപം മാത്രമേ അവൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നടക്ക് എന്നും പറഞ്ഞിട്ട് നന്ദിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് സി ഐ കോൺസ്റ്റബിളോട് ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു എന്നാൽ പിന്നെ ഞാനും കൂടി വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിട്ട് പറയുന്നുണ്ട്, വേണ്ട സാർ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ സച്ചി. അല്ല ഞാൻ കൂടി വരാന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ചെറിയൊരു കാര്യത്തിന് നമ്മൾ രണ്ടുപേരും കൂടി പോകേണ്ട ആവശ്യമുണ്ടോ സാർ. അപ്പോൾ സച്ചിക്കാണെങ്കിൽ കുശുമ്പും കുത്തിട്ട് പോയല്ലോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തോ എനിക്ക് നിങ്ങൾക്കൊപ്പം വരാൻ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നന്ദുട്ടൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ സാറും പോരെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നും പറഞ്ഞിട്ട് ഓടി ചെന്ന് ജീപ്പിൽ ഫസ്റ്റിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നന്ദുട്ടനും അനിയും കയറിയിരുന്നുണ്ട് കേട്ടോ. അനി ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അതിന് സ്വയം ചിരിച്ചിട്ട് അനി മനസ്സിൽ പറയുന്നുണ്ട്, ഈ മണ്ടം വന്നതുകൊണ്ട് എനിക്ക് നന്ദുവിനോട് ഇരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് നന്ദുവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവന് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു, പാവം എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഓരോന്നൊക്കെ കാട്ടി കൂട്ടുന്നത്. അനിയാണെങ്കിൽ നല്ല ഉല്ലാസയാത്രയ്ക്ക് പോകണ പോലെ ആഘോഷിച്ചിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നന്ദുട്ടൻ നോക്കും, രണ്ടുപേരും പരസ്പരം ഒന്ന് ചിരിച്ചിരാന്ന് വരുന്നത്, അതുകൊണ്ട് അങ്ങനെ ചിരിക്കാനും പറ്റണില്ല. അനി പക്ഷേ നല്ല ചിരിച്ച് നല്ല ഹാപ്പിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സി ഇങ്ങനെ കണ്ടിട്ട് നോക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അതൊട്ടും സഹിച്ചില്ല കേട്ടോ സച്ചിക്ക്. അപ്പോൾ അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട്, നാശം പിടിക്കാൻ ഇവരെ ഒരുമിച്ച് ഇരുത്തണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, നന്ദു വേണമെങ്കിൽ ഇവിടെ ഫ്രണ്ടിലിരുന്നോ, ഞാൻ വേണമെങ്കിൽ എനിക്കൊപ്പം ബാക്കിലിരുന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിങ്ങനെ ചിരിക്കുകയാണേ, എനിക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടല്ലോ.
അപ്പോൾ നന്ദു പറയണ്ട അയ്യോ വേണ്ട സാർ, അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും, സാറിനും എനിക്കത് ദോഷമാവും, വല്ല പത്രക്കാർ കണ്ടാലും മതി, അല്ലെങ്കിൽ വല്ല സീനിയേഴ്സ് ഓഫീസ് കണ്ടാലും അത് പ്രശ്നമല്ലേ സാർ. അതെങ്ങനെ കാണാനാ എന്ന് ചോദിക്കണ്ട കേട്ടോ. അല്ല എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുകയല്ലേ സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടില്ല കേട്ടോ ചേച്ചി. അപ്പം നമ്മുടെ നന്ദുട്ടൻ പറയുന്നുണ്ട് ശരിക്കും നമ്മൾ തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പിന്നിലിരിക്കുന്നതല്ലേ അതിൻ്റെ ശരി. അതല്ലേ സാർ പ്രോട്ടോകോൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ശരിയാ, ഞാൻ പിന്നെ എനിക്കൊപ്പം ഇരുന്ന് എനിക്കൊരു കമ്പനി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അനിയും നന്നിട്ടിങ്ങനെ തലയിട്ടാട്ടി അവർക്ക് രണ്ടുപേർക്കും കാര്യം അറിയാലോ. ഉവ്വ് എന്നുള്ള ലെവലിൽ ഇങ്ങനെ തലയിട്ടാട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് മജിസ്ട്രേറ്റിൻ്റെ വീട് വരെ ഇവർ രണ്ടുപേരെ ഇങ്ങനെ കണ്ണെറിയാൻ അവസരം കൊടുക്കുന്നത് അബദ്ധം. ഇവരുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേറൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയണ്ടിട്ടാ നന്ദു, വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചോദിക്കേണ്ടിട്ട് നന്ദു അപ്പോൾ പറയുന്നുണ്ട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ കൊണ്ടുപോവുകയാണെങ്കിലേ ചിലപ്പോൾ ജാമ്യം കിട്ടില്ലെങ്കിൽ റിമാൻഡ് ചെയ്യും. അപ്പോൾ വിഷമിച്ചിട്ട് നന്നിട്ട് ചോദിക്കേണ്ടോ ജാമ്യം കിട്ടിയില്ലേ സാർ എന്ന് ചോദിക്കേണ്ടേട്ടാ. അതിപ്പോൾ കേസ് നന്ദുവിനെ അറിയാലോ, കോടതിയിലാകുമ്പോൾ പിന്നെ ആ പ്രശ്നമല്ലേ, കോടതിയിലാകുമ്പോൾ അനിയുടെ വക്കീലും ഉണ്ടാവുമല്ലോ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ഇനി എന്താ സാർ വേണ്ടത് എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് വണ്ടി തിരിച്ചു വിട്ടാലോ, അനിയനെ ജയിലിലേക്ക് അയക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല, അല്ലെങ്കിൽ തന്നെ നന്ദുവിൻ്റെ ചേച്ചിമാരൊക്കെ അനിയനെ സ്നേഹിക്കുന്ന കൂട്ടത്തിലല്ലേ. എന്നിട്ട് ഡ്രൈവറോട് പറയേണ്ട ഡ്രൈവർ വണ്ടി തിരിച്ചു വിടുമെന്ന് പറയട്ടോ. അങ്ങനെ വണ്ടി തിരിച്ച് അവർ വന്ന വഴിക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അനി നന്ദു ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനിയോട് പറയണ്ട കേട്ടോ, അനി എന്തെങ്കിലും ഒരു ഏർപ്പാട് നിൻ്റെ മുത്തച്ഛൻ ഉണ്ടാക്കാതിരിക്കില്ല നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയായിട്ട് നീ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാക്കാൻ നോക്ക് എന്ന് പറയട്ടോ. അപ്പോൾ അനി പറയണ്ട അവളായിട്ട് ഒരു ഏർപ്പാട് നടക്കില്ലേ സാറേ, അവളെ എന്നെ ജയിലിൽ കിടത്താണെങ്കിൽ കിടത്തട്ടെ. അപ്പം നന്നിട്ട് ചോദിക്കേണ്ടത് അനി നീ എന്തൊക്കെ ഇങ്ങനെ പറയണം, എന്തിനാ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ സി എ പറയേണ്ടത് അനിയെ ചോരത്തളപ്പുകൊണ്ട് അങ്ങനെയൊക്കെ പറയണത് ചെറുപ്പത്തിൻ്റെ അതൊന്നും നന്ദു കാര്യമാക്കണ്ട. അവരാണെങ്കിലോ നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കണേ, അതിൻ്റെ ഒരു ബലം അവർക്കുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അറിയാലോ അനിയനെ ലോകപ്പിലിട്ട് തന്നെ അവർ അതിന് മുകളിൽ നിന്ന് വിളി വന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പിടിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിലും നിയമം വെച്ച് നോക്കുമ്പോൾ അനി പറയാൻ സത്യം പറയല്ലോ എനിക്ക് അവിടെ രക്ഷയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ നീക്കുപോക്കുണ്ടല്ലോ അതിന് ചിലപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അനി രക്ഷപ്പെട്ടേക്കും. അത് കഴിഞ്ഞ് നന്ദുട്ടനും അനിങ്ങനെ പരസ്പരം നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും സച്ചിക്കാണ് കുശുമ്പ് കൂതിയിട്ട് പോയോ. സച്ചി പറയുന്നുണ്ട് എത്രയും പെട്ടെന്നൊന്ന് സ്റ്റേഷനിൽ എത്തിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് ഒന്ന് വിടറോ, വേഗം ചവിട്ടി വിട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ആ സംസാരം കേൾക്കുമ്പോൾ മാത്രം ഇവരൊന്ന് ഓട്ടം പിൻവലിച്ചിട്ട് സച്ചിനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എൻ്റെ പെണ്ണിനെ അവൻ നോക്കണത് റാസ്കൽ, അവൻ്റെ വാരിയിൽ ചവിട്ടി പിടിക്കേണ്ടതാ എന്ന് പറഞ്ഞിട്ട് പല്ല് കടിച്ചിരിക്കേണ്ട കേട്ടോ. അങ്ങനെ വണ്ടി തിരിച്ചു വിട്ട് കുറച്ച് ചെന്നപ്പോൾ കരിക്ക് വയ്ക്കണ സ്ഥലം കണ്ടു. അപ്പോൾ എടോ ആ വണ്ടി ഒന്ന് അവിടെ നിർത്തി എന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് തിരിഞ്ഞിട്ട് നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല നമുക്ക് ഒരു കരിക്ക് പിടിച്ചാലോ, എന്തായാലും അനിയനും കൊണ്ട് പുറത്തിറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരേ കരിക്ക് പിടിക്കാം അല്ലേ അനി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയല്ല അനി എനിക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അനന്തപുരിയിൽ പോയി ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ളപ്പോൾ അവൻ ഹാപ്പി ആയിരിക്കണം. എന്നിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി വേഗം ചെന്നിട്ട് കടക്കാരനോട് പറയേണ്ടത് ഒരു 6 കരിക്കെടുക്ക്, വെള്ളം കൂടുതൽ നോക്കി എടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി സാറേ ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ എടുക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി തിരിഞ്ഞ് നോക്കിയപ്പോൾ നന്ദുട്ടനും അനിയും കുറച്ചുകൂടി അടുത്തടുത്ത് നിന്നിട്ട് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട് ഒരേ നോട്ടായിരുന്നല്ലോ, എന്നിട്ട് രണ്ടിനും മതിയായില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സച്ചി സാർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അനി അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഓടി വേഗം വന്നിട്ട് പറയുന്നുണ്ട് അനി സ്റ്റേഷനിൽ നിന്നെ കൊണ്ടുവന്നപ്പോൾ നീ അനാമികയുടെ കാരണത്ത് അടിച്ചു എന്നുള്ളത് ഭയങ്കര ധൈര്യത്തോട് ഇട്ടാണ് പറഞ്ഞത്, പക്ഷേ കോടതിയിൽ അത് പറയരുത് കേട്ടോ, കോടതിയിൽ ഒരു കാരണവശാലും നീ തല്ലിയെന്ന് പറയരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ട് അങ്ങനെ നോക്കുന്നുണ്ട്, രണ്ടാളങ്ങനെ നോക്കുക കേട്ടോ സച്ചിനെ. അത് നിന്നെ വക്കീൽ പറഞ്ഞ് നിന്നെ മനസ്സിലാക്കി തരും. എങ്കിലും അനന്തപുരി തറവാട്ടുകാർ സത്യം മുറുകെ പിടിക്കുന്നവരാണ് എന്ന് കേട്ടിട്ടുണ്ട്, അല്ല ആദർശം മുറുകെ പിടിക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദർശം മുറുകെ പിടിച്ചിട്ട് കോടതിയിൽ സത്യം വിളിച്ച് പറഞ്ഞാൽ അത് നിൻ്റെ ഭാവിനെ ആയിരിക്കും ബാധിക്കണത്. അതൊക്കെ വക്കീൽ നോക്കിക്കോളൂ സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേയും കരിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ കുടിക്കാനി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറ് കുടിക്കുന്നുണ്ട് ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അല്ലേ നന്ദു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഒന്നും വേണ്ടാണ്ട് അങ്ങനെ തലതാത്തി നിൽക്കുകയാണ്. അങ്ങനെ അനിവേനി മേടിച്ച് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഒന്ന് കൊടുന്ന് നന്ദുവിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് സച്ചിൻ കുടിക്കാൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവരെ നോക്കിയിട്ടാണ് കുടിക്കണത് മുഴുവൻ. എന്നിട്ട് പറയുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ തമ്മിൽ അടഞ്ഞുകൊണ്ടിരിക്കും. ഇവരങ്ങനെ തന്നെയാണ് കേട്ടോ, ഇവരെ പരസ്പരം നോക്കുന്നുണ്ട്, എന്നിട്ട് ചെറിയ ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്, അങ്ങനെയാണ് ആസ്വദിച്ച് കുടിക്കണത്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് വരണമല്ലോ. അങ്ങനെ വീണ്ടും വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ കരിക്ക് എങ്ങനെയുണ്ട്, വാട്ടവെള്ളമൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട് വാട്ടവെള്ളമൊന്നുമല്ല, പിന്നെ നല്ലതാ, സാറും നന്ദുമൊക്കെ പിന്നെ പോലീസുകാരായതുകൊണ്ട് പിന്നെ അവർ വാട്ടവെള്ളം തരില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് പറയണമെന്ന് തോന്നല്ലേ ഇനി, നന്ദു ഇപ്പോൾ പോലീസ് യൂണിഫോമിലല്ലേ, അപ്പോൾ ആ സമയത്ത് നന്ദു പേര് വിളിക്കുന്നത് അത്ര ശരിയല്ല, നന്ദു മേഡമെന്നോ സാറെന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ മതി.
സോറി സാർ വിളിച്ച് അങ്ങനെ വിളിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുടിച്ച് കഴിഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ പോയി വണ്ടിയിലിരുന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അപ്പോൾ അനി നടക്കാൻ വന്നും ഒപ്പം നടക്കാൻ തുടങ്ങി. അപ്പോൾ നന്ദു എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ അനി നിന്ന് നന്ദു നിന്നു. അപ്പോൾ പറയുന്നുണ്ട് നന്ദു പൊക്കോ, അല്ല അനി പൊക്കോ, നന്ദു ഇങ്ങോട്ട് വന്നേ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അനി പോയിട്ടോ. അപ്പോൾ നന്ദുവിനോട് അല്ല എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നന്ദുവിന് ഇനി വണ്ടിയുടെ മുന്നിൽ കയറി പോരെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റേഷനിലേക്ക് ഇനി കുറച്ച് ദൂരേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് വേണ്ട സാർ, നിയമലംഘനം നടത്തുന്നത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് നന്ദു കയറാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേഷ്യം വന്നു കേട്ടോ. എന്നിട്ട് ആ കരിക്കൊരൊറ്റ എറിയോടെ എറിഞ്ഞിട്ട് വേഗം പോയി വണ്ടിയിൽ കയറുന്നുണ്ട്. എങ്ങനെയാ ഇറങ്ങിയത് തന്നെ, എങ്ങനെയാലും അവരെന്നെ അവിടെ നിന്ന് ഇറക്കിയിട്ട് നന്ദുവിൻ്റെ ഫ്രണ്ടിൽ കയറ്റാനായിരുന്നല്ലോ, അത് നടന്നില്ല. അപ്പോൾ വണ്ടിയിൽ കയറി നിന്നിട്ട് ബാഗിലേക്ക് നോക്കിയപ്പോണ്ട് ഇവർ രണ്ടുപേരും വീണ്ടും പരസ്പരം നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ദേഷ്യം മുഴുവനും ഡ്രൈവറോട് തീർക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഇടറോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈവർ സാർ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ വണ്ടി എടുത്തിട്ടുണ്ട്. നന്ദും അനി ഇങ്ങനെ അതൊന്നും കണ്ട് പരസ്പരം ഇടയ്ക്കിടയ്ക്ക് നോക്കും, പിന്നെ ഇടയ്ക്ക് തിരിഞ്ഞിരിക്കും, അങ്ങനെ നോക്കുകയാണ് കേട്ടോ. സച്ചിയേടം കണ്ടിട്ട് മുഴുവൻ സമയം ബാക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം സ്റ്റേഷനിലെത്തി. അപ്പോൾ സച്ചി വേഗം ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഇവരുടെ ബാക്കിൽ വന്ന് നോക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിക്ക് തുറന്നു കൊടുത്തു കേട്ടോ. ഡോർ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതായത് കൂടെ രണ്ടുപേരും ഇറങ്ങി. അപ്പോൾ പറയേണ്ടത് അത് പൊക്കോളൂ, ഞാൻ അനിയായിട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് പറയുന്നുണ്ട് സാറ് ഇപ്പം എൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കണേ. എനിക്കതിന് സീനിയർ ജൂനിയർ ഡ്യൂട്ടി ഒന്നും അങ്ങനെയൊന്നും ഇല്ല നന്ദു. പിന്നെ പുറത്ത് വെച്ചിട്ട് നന്ദു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് അംഗീകരിച്ച് തന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ആരും നമുക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. അല്ല സാർ ക്യാമറയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നന്ദു പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു ഇങ്ങനെ മടിച്ച് സംശയിച്ച് നിൽക്കുകയാണേ. അപ്പോൾ പറയേണ്ടത് ഇത് അനന്തപുരിയിലെ പയ്യനല്ലേ, അപ്പോൾ അതിൻ്റേതായ എല്ലാ റെസ്പെക്റ്റ് നമ്മൾ എനിക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊപ്പം ഞാനും വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയേണ്ടത് ശരി നന്ദു കിടന്നോളൂ, ഞാനും അനിയും പിന്നാലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു അനിയൊന്ന് വീണ്ടും നോക്കൂ കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ തലയിട്ടായിട്ടുണ്ട്. അപ്പോൾ നന്ദുവിടെ നടന്നിട്ടുണ്ടേ. അങ്ങനെ പിന്നാലെ അനിയും സച്ചിയും കൂടി വരാണ് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ പറയണേ ഇയാളൊരു മര കഴുതിയാന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ അറിയണില്ല, കഷ്ടം എന്നും പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ അനി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ലോക്കമ്മയുടെ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇന്നിനിപ്പോൾ ഇവിടെ കഴിയേണ്ടി വരും, എനിക്ക് രാത്രി എന്താ ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അത് ഇവിടെ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയണ്ടേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും വേണമെന്നില്ലേ സാർ. നോ അങ്ങനെ പറയരുത്, അനന്തപുരിയിലെ പയ്യൻ അതിൻ്റേതായ പ്രൗഢിയിൽ തന്നെ വേണം ലോക്കപ്പിലായാലും കിടക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തുറന്നു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് അവിടെ തുറന്നിട്ട് നമ്മുടെ അനി ഉള്ളിൽ കയറി. എന്നിട്ട് പുറത്ത് നിന്നിട്ട് പറയുന്നത് കേട്ടോ, ലോക്കപ്പിൽ അനി കിടക്കണ കാഴ്ച കണ്ട് അനിയുടെ മുത്തച്ഛൻ്റെ ഹൃദയം തകർന്നു പോയല്ലോ, ഒരു കണക്കിന് അധികം സ്ഥലത്തിലത് നന്നായി, ഇതൊന്നും കാണണ്ടല്ലോ. അപ്പം നമ്മുടെ അനിയല്ലേ ആൾ, അനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ സീനായിട്ട് കൂത്തേണ്ട സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല സാറേ ഈ SIക്ക് നൈറ്റ് ഡ്യൂട്ടി കാണില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ലടാ മനസ്സിൽ പറയട്ടോ, നിനക്ക് ഞാൻ അവളെ 24 മണിക്കൂർ മുന്നിൽ കൂടെ നിർത്താടാ നിൻ്റെ. എന്നിട്ട് പറയണ്ട കേട്ടോ, അല്ല ഞാനേ നന്ദുവിന് അധികം അമിതമായ ഡ്യൂട്ടി കൊടുക്കാറില്ല, പെൺകുട്ടികളല്ലേ, ആ ഒരു കൺസിഡറേഷൻ വേണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അല്ല എനിക്ക് സംസാരിക്കുന്ന ആളില്ലെങ്കിൽ ASI വരും, ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ വരാന്നേ. അപ്പോൾ അത് എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പറയുന്നത് നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാന്നേ. അല്ല അനി എപ്പോഴാണ് ഉറങ്ങണത് എന്ന് ചോദിക്കട്ടെ. അങ്ങനെയൊന്നുമില്ല സാർ, ഉറക്കം വരുമ്പോൾ ഉറങ്ങുമെന്ന് പറയും. അല്ല എന്നാലൊരു 10 മണിക്ക് ശേഷമൊക്കെ ഉറങ്ങുമല്ലോ, അതുവരെ സംസാരിക്കുന്ന ആളുണ്ടാവും, അനി ധൈര്യമായിട്ടിരിക്കേ എന്ന് പറയണ്ട കേട്ടോ. എന്ന് പറയട്ടെ ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ദേഷ്യം വന്നിട്ട് നിൽക്കണം കേട്ടോ, കുറുക്കം ബുദ്ധിയായിട്ട് നമ്മളെ സച്ചി. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല സൂപ്പർ എപ്പിസോഡായിരുന്നു കേട്ടോ. കുശുമൂത്ത് നമ്മുടെ സച്ചി സാറിൻ്റെ കളികൾ. അപ്പോൾ ഓക്കെ, നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ 10:00 വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.